ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കാൻ പോകുന്ന വിഷയം ഇന്ത്യയുടെ ജുഡീഷ്യറിയാണ്. കാരണം നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അന്ന് ഞാൻ വളരെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പ്രഡിക്റ്റ് ചെയ്ത് പറഞ്ഞു. അതായത് സുപ്രീം കോർട്ടിലെ ഒരു ലോയർ ചീഫ് ജസ്റ്റിസ് ഗവായിയുടെ മുന്നിലേക്ക് ഷൂ വലിച്ചെറിഞ്ഞിട്ട് സനാതനധർമ്മം അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു, അതിൻ്റെ പേരിലാണ് അയാൾ ചെയ്തതെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും ഈ ചെയ്ത, അതായത് ഹീനമായി കുറ്റം ചെയ്ത ലോയർക്ക് അനുകൂലമായിട്ടും ചില പൊളിറ്റീഷ്യൻസ് RSSുമായി ബന്ധപ്പെട്ട അതിതീവ്ര ഗ്രൂപ്പുകാരൊക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. അന്ന് ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത്, ഇതൊരു നല്ല കീഴ്വഴക്കമല്ല. വരാനുള്ള സമയങ്ങളിൽ ഇന്ത്യൻ ജുഡീഷ്യറി, അതായത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയ പില്ലറാണ് ജുഡീഷ്യറി, ഇതിനെ ചലഞ്ച് ചെയ്യും. പിന്നീട് നിങ്ങൾ നോക്കുക എന്താണ് ഇന്ത്യയിലുണ്ടായത് അതിനുശേഷം. അതായത് സുപ്രീം കോർട്ട് ഇന്ത്യയുടെ അപ്പെക്സ് കോർട്ടിലെ ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിലോട്ട് ഷൂ എറിഞ്ഞ ആ സംഭവത്തോടു കൂടി പിന്നീട് ഇന്ത്യയിൽ വ്യാപകമായി ഈ സംഭവം. ഷൂ എറിയൽ മാത്രമല്ല, അതായത് പലതും റിപ്പോർട്ട് ചെയ്യുന്നില്ല. പല ഹൈക്കോടതികളിലും പല ലോയേഴ്സും അതേപോലെ തന്നെ ലിറ്റിഗൻ്റ്, അതായത് പരാതിക്കാരൊക്കെ വന്ന് ജഡ്ജസിനെ തെറി വിളിക്കുന്നു. ലോയേഴ്സ് അതായത് നിങ്ങൾക്കറിയാം ഹൈക്കോർട്ടിലെ ലോയേഴ്സ് എങ്ങനെയാണ് ജഡ്ജസിനെ അഭിസംബോധന ചെയ്ത് മൈ ലോർഡ്, യുവർ ഓണർ, ഈ സംഭവങ്ങളൊക്കെയാണ്. അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അവർ ബയസ്ഡ് ആണെന്ന് പറയുന്നു, അവരുടെ ഒപ്പീനിയൻ തെറ്റാണെന്ന് പറയുന്നു. കോർട്ട് റൂമിലാണിത് പറയുന്നത്, ഇത് പുറത്തല്ല പറയുന്നത്. കോർട്ട് റൂമിൽ എല്ലാ ജഡ്ജിമാരിരിക്കുന്ന ആ സംഭവം, പവിത്രമായ സംഭവമാണ് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് അപ്പർ കോർട്ടുകൾ, അതായത് അപ്പെക്സ് കോർട്ടുകൾ, അതിനെ ആളുകൾ വെല്ലുവിളിക്കാൻ തുടങ്ങി. അതായത് വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലോട്ട് പോയി. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നുണ്ടായൊരു സംഭവമാണ്, ലക്നൗയിലുള്ള ഒരു ലോയർ, അദ്ദേഹം സുപ്രീം കോർട്ടിൽ വരുന്നു. അദ്ദേഹം അവിടുത്തെ SPക്കെതിരെ പരാതി കൊടുക്കണം. ആ പരാതി സുപ്രീം കോർട്ട് 2 ബെഞ്ച് അവർ അതിനെപ്പറ്റി ഡിസ്കഷൻ നടക്കുമ്പം ഈ ജഡ്ജസിനെ ഈ ലോയർ, അതായത് ലിറ്റിഗൻ്റായ ഈ ലോയർ പരസ്യമായിട്ട് തെറി വിളിക്കുന്നു, അബ്യൂസീവായിട്ട്. എന്നിട്ട് ഈ ഫയലെല്ലാം കൂടെ വലിച്ചെറിയുന്നു. ആലോചിക്കുക, ഇതെവിടെ കൊണ്ടെത്തിച്ചു? ഇതാണ് ഈ പ്രശ്നമെന്ന് പറയുന്നത്. ഇതിൻ്റെ കാര്യം എന്താ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട, ജനാധിപത്യ ഇന്ത്യയിൽ, അതായത് ജനാധിപത്യ രാജ്യത്ത് ഈ ജനങ്ങളുടെ അവസാനത്തെ ഒരു ആശ്രയം എന്ന് പറയുന്ന കോടതിയാണ്. അപ്പം കോടതിയിൽ നിന്നും വരുന്ന ഓരോ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഓർഡർ, ഇത് ജനങ്ങൾ ശിരസ, അതായത് രണ്ടും കൽപ്പിച്ച് അവർ മനസ്സിലാക്കുന്നത് നമ്മളിത് അർഹിച്ച്, അതായത് ഇതാണ് കോടതിയുടെ ഉത്തരവ്, ഇത് നമ്മൾ പാലിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ഇതാണ് ഇത്രയും നാൾ നമ്മുടെ മുമ്പിലും കോർട്ടുമായിട്ടുള്ള ഇന്ത്യക്കാരുടെ ബന്ധത്തിലുണ്ടായ സംഭവം. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതിന് പൂർണ്ണമായിട്ടും താളം തെറ്റി. അതിൻ്റെ കാര്യം എന്താ? റീസൺ എന്തുവാ? റീസൺ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് വേറൊരു കാര്യം പറയാം. നിങ്ങൾ ഈ പല രാജ്യങ്ങളിൽ അൺട്രസ്റ്റ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ രാജ്യം, ഇപ്പം ബ്രസീൽ എടുക്കുക, ബ്രസീലിൽ വലിയ പ്രശ്നമായിരുന്നു. അവിടുത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, കോടതിയുമായി ബന്ധപ്പെട്ട്, ബോൺസിലാരോ എന്ന് പറഞ്ഞ അവിടുത്തെ പ്രതിപക്ഷ കക്ഷിയുമായി ബന്ധപ്പെട്ട്, ഇപ്പോഴവിടെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് വലിയ ഇഷ്യൂ ഉണ്ടായി. ആ സമയത്ത് നിങ്ങൾ ആലോചിക്കണം, അവിടെ ആൾക്കാർ ഭയങ്കരമായിട്ട് കൂടി. എന്നിട്ട് അവർ ആദ്യം അറ്റാക്ക് ചെയ്യുന്ന ഏതിനെയാണ്? ഗവൺമെൻറ്റിൻ്റെ കീ ഇൻസ്റ്റിറ്റ്യൂഷനായ കോടതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇനി നേപ്പാൾ എടുക്കുക, അവിടെ ആദ്യം അറ്റാക്ക് ചെയ്ത കോടതിയിലാണ് കയറി അറ്റാക്ക് ചെയ്തത്. കാരണം ജനങ്ങളുടെ അവസാനത്തെ ഒരു ആശ്രയമാണ് കോടതി. എങ്ങനെയാണ് ഇതിനെ കാണുകയും ഏത് രീതിയിലുള്ള ഓർഡറാണ് കൊടുക്കുന്നത്, അതില്ലാതായി കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ലോയേഴ്സ് ആണെങ്കിൽ ഈ ജഡ്ജസിനെ ചലഞ്ച് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ത്യൻ സുപ്രീം കോർട്ടും ഇന്ത്യയുടെ ഹൈക്കോർട്ടുമായി പ്രത്യേകിച്ച് സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ട ഈ അടുത്തിടയ്ക്കുണ്ടായ ചില സംഭവങ്ങൾ ആദ്യം എന്ന് പറയാം. അപ്പം
ഇത് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് എത്രമാത്രം സത്യമുണ്ട്, എന്തുകൊണ്ടാണ് കോടതിയെ ധിക്കരിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നത്, എന്തുകൊണ്ടാണ് ലോയേഴ്സ് പോലും കോടതിയിൽ ഈ ഫയലുകൾ വലിച്ചെറിഞ്ഞ് ജഡ്ജസിനെ അബ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്തുവാ? റീസണുണ്ട്. അതായത് നമ്മളിപ്പോൾ എടുക്കുക, ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യൻസുമായി ബന്ധപ്പെട്ട് അവിടെ കുറച്ച് ആദിവാസികൾ അവിടെ പള്ളിയിൽ പോയ മതമൊന്നും മാറിയിട്ടൊന്നുമില്ല. അതിൻ്റെ പേരിൽ അവരെ ആ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കി. ഈ കേസുണ്ടായി ഏകദേശം 20-25 ആൾക്കാരെയാണ് അവർ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുന്നത്, അടുത്തുള്ള ഒരു പള്ളിയിൽ പോയെന്നും പറഞ്ഞുകൊണ്ട്. അത് അവിടുത്തെ ലോവർ കോർട്ടിൽ വന്നു. ഈ പറയുന്ന അവരെ പുറത്താക്കിയ ആൾക്കാർക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടാകുന്നു. അത് BJP RSSുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷനാണ് ഇത് പോയിരിക്കുന്നത്. അതിനുശേഷം ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ കേസ് വന്നു. ഈ പറയുന്ന BJP RSSന് അനുകൂലമായിട്ട് ഈ ജനങ്ങളെ, അതായത് ഈ നാട്ടുകാരെ ഈ കൺവേർട്ട് ചെയ്തവരെ പുറത്താക്കിയതിന് അനുകൂലമായ അത് ശരിയാണ് എന്നും പറഞ്ഞ് ജഡ്ജ്മെന്റ് വരുന്നു. അതിനുശേഷം അത് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോർട്ടും ഹൈക്കോടതിയുടെ വിധി സാധൂകരിച്ചു, അത് ശരിയാണെന്ന് പറഞ്ഞു. ഇവിടെയാണ് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ സാധാരണ ഇന്ത്യൻ ഭരണഘടന വായിക്കുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും, അതായത് ഇന്ത്യയിലെ ആളുകൾക്കറിയാം ഒരു മനുഷ്യനെ, അതായത് അവൻ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് അവൻ ഇഷ്ടമുള്ള മതത്തിൽ പോകാം, ഇഷ്ടമുള്ള വിശ്വാസത്തിൽ പോകാം, അതവന് ഭരണഘടന കൊടുക്കുന്ന അവന് ജസ്റ്റിസാണ്, ഭരണഘടന കൊടുക്കുന്ന ഉറപ്പാണത്. അപ്പം അതിനെയെല്ലാം ലംഘിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുപ്രീം കോർട്ട് പറയുകയാണോ ഇനി അവൻ ഈ മതം മാറിയതിൻ്റെ പേരിലും അവൻ ഈ പള്ളിയിൽ പോയതിൻ്റെ പേരിലും അവൻ ആ ഗ്രാമത്തിൽ പോകാൻ പാടില്ല, ആ ഗ്രാമത്തിലെ വെള്ളം കുടിക്കാൻ പാടില്ല, ആ സ്ഥലത്ത് പോകാൻ പാടില്ല എന്ന് ഇന്ത്യയുടെ സുപ്രീം കോർട്ട് പറയുമ്പോൾ എന്ത് വ്യാഖ്യാനമാണ് ഉണ്ടാകുന്നത്? അതായത് തെറ്റായ സന്ദേശം സാധാരണക്കാരിലോട്ട് പോവുകയാണ്. കാരണം ഇത് ഭരണഘടനയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഭയങ്കര തെറ്റിദ്ധാരണയുണ്ടാക്കും. അതേപോലെ ഓരോ കേസുകൾ എടുക്കുക. കേരളത്തെ ബാധിക്കുന്നൊരു ഇഷ്യൂ ആണ്, ഇന്ത്യ മുഴുവനും ബാധിക്കുന്ന ഇഷ്യൂ ആണ് തെരുവ് നായ്ക്കളുടെ ഇഷ്യൂ. നിങ്ങൾക്കറിയാവുന്നതാണ്. ഈ തെരുവ് നായ്ക്കളുടെ ഇഷ്യൂമായിട്ട് സുപ്രീം കോർട്ടിൽ വലിയ വിചാരണയും വലിയ ആർഗ്യുമെൻറ്റും ഒക്കെ നടന്നു. സുപ്രീം കോർട്ട് പല ആവർത്തി പല സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടും പറഞ്ഞു ഈ തെരുവ് നായ്ക്കളെ നശിപ്പിക്കണം, അതിനെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോകണം, ഇത്ര ആൾക്കാർ മരിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് സുപ്രീം കോടതി പറഞ്ഞത് ശരിയാണ്, ഞങ്ങളിത് പാലിക്കുന്നുവെന്ന് എവിടെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് സുപ്രീം കോടതി ഉത്തരവ് പോലും സംസ്ഥാന സർക്കാരുകളും അവർ ധിക്കരിക്കുകയാണ്. അവർ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഇത് പറ്റത്തില്ല. അത് സ്റ്റേറ്റ് അങ്ങ് തീരുമാനമെടുത്ത് ഡൽഹിയിലുണ്ട്, ഇഷ്ടംപോലെ ഇഷ്യൂ ഉണ്ട് ഈ തെരുവ് നായ്ക്കളുടെ ഇഷ്യൂ. പക്ഷെ എന്താ ഉണ്ടായത്? അവസാനം സുപ്രീം കോർട്ടിൻ്റെ ഓർഡർ, അതായത് ഡിവിഷൻ ബെഞ്ചിൻ്റെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉള്ള ബെഞ്ചിൻ്റെ ഓർഡർ തള്ളി ദൂരെ കളഞ്ഞു. അതായത് പാലിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റും യൂണിയൻ ടെറിട്ടറീസും തയ്യാറല്ല. അതോടുകൂടി അത് ഒരു സൈഡിലങ്ങ് പോയി. ഇനി ഈ തെരുവിൽ കൂടെ, അതായത് റോഡുകളിൽ കൂടെ പോകുന്ന പശുക്കൾ, ഇഷ്ടം പോലെ പശുക്കൾ ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുവാണ് നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും. ആൾക്കാർ അതിൻ്റെ കറവയെല്ലാം കഴിഞ്ഞ് ഈ നാടൻ പശുക്കളാണ്. എത്രയോ ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, എത്രയോ റോഡ് ആക്സിഡൻറ്റ്, എത്രയോ സാധാരണക്കാരൻ കൊല്ലപ്പെടുന്നു, മരിക്കുന്നു. സുപ്രീം കോർട്ട് ഓർഡർ കൊടുത്തു ഈ പശുക്കളെ എല്ലാം റീഹാബിലിറ്റേഷൻ ഗോശാലയിൽ കൊണ്ടുപോകണം. സംസ്ഥാന ഗവൺമെൻറ്റിന് ഇതാണ് ഉത്തരവാദിത്വം. ആരെങ്കിലും പാലിച്ചത് കേട്ടിട്ടുണ്ടോ? അതും എടുത്ത് തള്ളി ദൂരെ കളഞ്ഞു. അതേപോലെ കാര്യം എന്താ ഇതിൻ്റെ റീസൺ? അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് സംസ്ഥാന ഗവൺമെൻറ് എലക്റ്റഡായി ഭരിക്കുന്ന, ഇപ്പോൾ BJP ആണെങ്കിലും BJP ഗവൺമെൻറ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് അതിനെ തള്ളി ദൂരെ കളയുക. അവർ പറയാം അവരെ കൊണ്ട് പറ്റത്തില്ല ചെയ്യാൻ. കാരണം ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്, കാരണം ജനങ്ങളുടെയാണ് ഈ പശുക്കൾ. അതിനെ ഗവൺമെൻറ്റിൻ്റെ ഇത്രയും പണമില്ല ഇതിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ. തെരുവ് നായയുടെ ഇഷ്യൂ ആണെങ്കിലും പശുക്കളുടെ ഇഷ്യൂ ആണെങ്കിലും. അപ്പം ആരാണ് നാണം കെട്ടുപോയത്? അതായത് സുപ്രീം കോടതി ഒരു ഓർഡർ ചെയ്താൽ പോലും അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് പരസ്യമായിട്ട് പറയുകയാണ്. ഇത്രയും നാളായി ഒരു പുല്ലും നടന്നിട്ടില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ പല ജഡ്ജിമാരും, അതായത്
ഹൈക്കോടതി ജഡ്ജിമാരും ചില സുപ്രീം കോടതി ജഡ്ജിമാരും RSS, അതായത് ഇന്ത്യ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയായ BJPയുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള പല ഫോറങ്ങളിൽ പോയി മത്സരിച്ചാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഡൽഹി ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ് അവർ ഈ RSSൻ്റെ പ്രോഗ്രാമിന് പോയി പങ്കെടുക്കുന്നു. അത് അവരുടെ ലോയേഴ്സിൻ്റെ ഒരു അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. അതിനെ കേജ്രിവാൾ ഡൽഹി ഹൈക്കോടതി ചോദ്യം ചെയ്തു. ആദ്യം ഈ ജഡ്ജും അവിടുത്തെ പല ആൾക്കാരും ഈ ജഡ്ജിന് അനുകൂലമായിട്ട് നിന്നു. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ വൈറലായിട്ട് ഈ ജഡ്ജ് അങ്ങ് നാശമായി. അവസാനം ആ കേസിൽ നിന്ന് അവർ റീക്യൂസ് ചെയ്യേണ്ടി വന്നു. അതേപോലെ തന്നെ BJPയുടെ പല നേതാക്കളും പറയുന്നുണ്ട്, പരസ്യമായിട്ടും രഹസ്യമായിട്ടും, എന്തിനാണ് ഈ ജഡ്ജിമാർ ഇതേപോലെയുള്ള പല RSSൻ്റെ അതിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള പല ഈ അതായത് ആ വക്കീലന്മാരുടെ മറ്റു പരിപാടികളിലൊക്കെ പോയി പങ്കെടുക്കുന്നത്? അത് ഇന്ത്യയുടെ ഒരു ജനാധിപത്യത്തിന് യോജിച്ചതല്ല. അത് BJPക്കാരും RSSകാരും പറയാൻ തുടങ്ങി. പക്ഷേ ഈ ജഡ്ജിമാർ ഇവരൊക്കെ തന്നെ അങ്ങോട്ട് പോയി പറയുകയാണ് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ. കാരണം അവർക്കറിയാവുന്നതാണ് RSS പവർഫുൾ ബോഡിയാണ്, അവരാണ് ഇന്ത്യ നിയന്ത്രിക്കുന്നത്. ഈ ജഡ്ജസിനെല്ലാം എപ്പോഴും അവരുടെ സീറ്റ് എന്ന് പറയുന്ന സെക്യൂർഡ് സോണിലായിരിക്കണം. അവരുടെ കാര്യങ്ങൾ നടത്തണം, അവരുടെ കറപ്ഷൻ നടക്കണം. മനസ്സിലാക്കുക, കഴിഞ്ഞ 7-8 വർഷം കൊണ്ട് ഇന്ത്യയിലെ ജുഡീഷ്യൽ കറപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും പീക്കായി. കാരണം അധികം വരുന്ന ജഡ്ജസ് എല്ലാം ഈ പറയുന്ന പല രീതിയിലുള്ള അൺഹോളി റിലേഷൻഷിപ്പിലാണ് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ്, അതായത് ഒരിടത്ത് തീ കത്തി ഒരു ജഡ്ജിൻ്റെ വീട്ടിൽ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെ പോലീസ് പോയി തീ കെടുത്താൻ പോയവർ കണ്ടെടുക്കുന്ന കെട്ടുകണക്കിന് നോട്ടുകളാണ്. അത് ഹൈക്കോടതി ജഡ്ജിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം ലോവർ കോർട്ടിലൊക്കെ ഇഷ്യൂ എന്ന് ലോവർ കോർട്ടിലെ ജഡ്ജസിൻ്റെ എന്താ ഇതിനേക്കാളും കഷ്ടമാണ്. കാരണം ഇവർക്കെല്ലാം ഈ പറയുന്ന സർക്കാരി ബാബു, അതായത് ഗവൺമെൻറ് ബ്യൂറോക്രാറ്റ്സ്, നിങ്ങൾ കേട്ട് കാണും എത്ര പേര്, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ IPS ഓഫീസർ MR അജിത് കുമാറിൻ്റെ പേര് പറയുന്നുണ്ട്. അദ്ദേഹം RSSൻ്റെ ലീഡേഴ്സിനെ കാണാൻ സ്ഥിരമായിട്ട് പോകുന്നയാളായിരുന്നു. അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും പല ബ്യൂറോക്രാറ്റ്സും IPS ഓഫീഷ്യൽസും സ്ഥിരമായിട്ട് RSS വേദികളിൽ പോകുന്നു, RSS നേതാക്കളെ സീക്രട്ടായിട്ട് കാണാൻ പോകുന്നു. ഇവരെല്ലാം പോയി പറയുന്ന കാര്യം എന്താ? അതായത് ഞാൻ ഈ പറയുന്ന എൻ്റെ കോട്ടല്ല. മധ്യപ്രദേശിലെ ഒരു മന്ത്രി കൈലാഷ് വിജയവർഗീയ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു, ഈ പല ഉദ്യോഗസ്ഥന്മാരും പറയുന്നത്, അതായത് മന്ത്രിമാരോടൊക്കെ പറയുന്നത്, അവരുടെ ഗ്രാൻഡ് പേരൻറ്റ് ഈ പറയുന്ന RSSലുണ്ടായിരുന്നു. അപ്പോൾ അയാൾ തന്നെ പറയുന്നു, RSS ഉണ്ടായിട്ട് ഈ പറയുന്ന 100 വർഷമേ ആയിട്ടുള്ളൂ. ഇവരുടെയൊക്കെ അവരുടെ ഗ്രാൻഡ് പേരൻറ്റും എന്നു മുതൽ ഈ RSSലുണ്ടായിരുന്നു പറയുന്നത്. ഇതേപോലെയുള്ള സംഭവങ്ങളാണ്. എല്ലാവർക്കും ഒരു RSS സ്റ്റാമ്പ് വേണം. കാരണം കറപ്റ്റഡ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സിനും അതേപോലെ കറപ്റ്റഡ് ആയിട്ടുള്ള ജഡ്ജസിനും അല്ലാത്ത ജഡ്ജിമാർക്കും, കാരണം ഇവരുടെ പ്രൊമോഷനാണെങ്കിലും വളരെ സേഫായിട്ട് ഇവർക്കൊരു പൊളിറ്റിക്കൽ കവർ വേണം. അതിന് ഇവർ RSS ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ പരിപാടി ചെയ്യുമ്പോഴാണ് ജനങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോർട്ടാണെങ്കിലും ഹൈക്കോർട്ടാണെങ്കിലും ഇതേപോലെ തെറിവിളി കോർട്ടിൻ്റെ മുറിക്കകത്താണ്, സുപ്രീം കോർട്ടിൻ്റെ അതിൻ്റെ ചേംബറിനകത്ത് വെച്ചാണ്, അതായത് ജഡ്ജിമാരിരിക്കുന്ന അവിടെ വെച്ചാണ് ഈ തെറി വിളിച്ചിരിക്കുന്നത്. ആ ചേംബറിൽ വെച്ചാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഷൂ എറിഞ്ഞത്. അതേപോലെ പല ഹൈക്കോടതിയും, നിങ്ങൾ ഈ വീഡിയോകളൊക്കെ പലതും വൈറലാണ്. ഈ ഹൈക്കോടതിയിലെ പല ജഡ്ജിമാരും പരസ്യമായിട്ട് ചലഞ്ച് ചെയ്യുക, തെറി വിളിക്കുകയാണ് പല ലോയേഴ്സും. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ കാണാത്ത സംഭവങ്ങളാണ് നമ്മൾ ഓരോ ദിവസം കാണുന്നത്. അതായത് ഇന്ത്യയുടെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഭരണഘടനയുടെ ജുഡീഷ്യൽ, അതായത് ആ പില്ലർ, അതിന് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ വരാനുള്ള സമയത്ത് ഇതെല്ലാവരും കയറി ചോദ്യം ചെയ്യും. ഇതിനകത്ത് പ്രശ്നം എന്തുവെന്ന് മനസ്സിലാക്കുക. ഏകദേശം 10-11 വർഷം കഴിഞ്ഞ് അതേ പല സ്റ്റേറ്റുകളിലും BJP ഭരിക്കുമ്പോൾ പല ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ഏതെങ്കിലും രീതിയിൽ പണം സമ്പാദിക്കണം, അതിന് ഹിന്ദുത്വ എങ്കിൽ ഹിന്ദുത്വ, ബജരാങ് ദൾ അതാണെങ്കിൽ അത്, അവരൊക്കെ ഇതിനകത്തോട്ടങ്ങ് നുഴഞ്ഞു കയറി.
ഇവർ ഈ കാണിക്കുന്ന സംഭവം ഈ പറയുന്ന BJPക്കും പ്രധാനമന്ത്രി മോദിക്കും ഈ മന്ത്രിമാർക്കൊന്നും തടയാൻ പറ്റുന്നേയില്ല. അവരവരുടെ ഇഷ്ടമുള്ള രീതിയിൽ പലതും കാണിക്കുന്നു, പണമുണ്ടാക്കുന്നു, അവസാനം ഹിന്ദുത്വ ജയ് ശ്രീറാം കാണിക്കുന്നു. ഇത് തന്നെയാണ് ഈ പറയുന്ന അയോധ്യയിൽ പോലും നടന്നത്. അതായത് ഓവർ പവർ കൊടുത്തു കഴിഞ്ഞാൽ ജുഡീഷ്യൽ സിസ്റ്റത്തെ പോലും അതിനെ കംപ്ലീറ്റ് ആയിട്ട് ചലഞ്ച് ചെയ്യുകയാണ് ഇന്ത്യയിൽ വലിയൊരു കൂട്ടം. അതിന് സപ്പോർട്ടായിട്ട് ഭരിക്കുന്നവർ മുന്നോട്ട് വരുന്നു. ഇതാണ് പറയുന്നത് ഇന്ത്യയുടെ ഇന്നത്തെ ജനാധിപത്യ, ഇന്ത്യയുടെ ഇന്നത്തെ പോക്കെന്ന് പറയുന്നത് നല്ല രീതിയിലല്ല. എല്ലാ രീതിയിലും താളം തെറ്റുന്ന കറപ്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് കുമിഞ്ഞു കൂടുന്നു. ഒറ്റ കാര്യം പറയാം, അയോധ്യ ടെമ്പിളിൽ നിന്ന് മോഷണം നടത്തിയവന്മാരാണ് അവർ. പിന്നെ എവിടെ കയറിയാണ് മോഷ്ടിക്കാത്തത്? ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം ഇന്ത്യയുടെ ഏറ്റവും പൈതൃകമായിട്ടും പാവനമായിട്ടും കാണുന്ന ഒരു ഐക്കോണിക് ഫിഗർ തന്നെയാണ് ശ്രീരാമൻ. അവിടെ കയറി മോഷണം നടത്തിയവൻ എത്തനോൾ കലർത്തിയ സാധനം ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോട് അഡൾട്ടേഷൻ നടത്തി പാവങ്ങളുടെ വണ്ടിക്കകത്ത് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ആരെയാണ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നത്? അതായത് ഗവൺമെൻറ് സ്പോൺസേഡ് കറപ്ഷൻ ഒരു ഭാഗത്ത്, ഗവൺമെൻറ് സ്പോൺസേഡ് സപ്പോർട്ടോട് കറപ്ഷൻ മറ്റൊരു ഭാഗത്ത്, ജുഡീഷ്യൽ കറപ്ഷൻ ഒരു ഭാഗത്ത്. അതായത് ഇന്ത്യയുടെ എല്ലാ സിസ്റ്റം, എല്ലാ പില്ലറിനെയും ചലഞ്ച് ചെയ്യുകയാണ് BJP മോദിയും ഭരിക്കുന്ന ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരെല്ലാ ഇലക്ഷനും വിജയിക്കുന്നുണ്ട്. എല്ലാവർക്കും വാരിക്കോരി കഴിക്കാൻ വേണ്ടി, അവർക്ക് തിന്നവൻ്റെ അവിടം വരെ കയറ്റാൻ വേണ്ടി ഇഷ്ടം പോലെ ഹിന്ദുത്വയും കൊടുക്കുന്നുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നിങ്ങളെ കബളിപ്പിക്കാനുള്ള സംഭവമാണ്. ജനാധിപത്യ ഇന്ത്യയുടെ മൂല്യങ്ങളുണ്ട്. അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം. അതില്ല എങ്കിൽ ജനാധിപത്യ ഇന്ത്യ നശിച്ചു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.